നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകൾ അവകാശ പോരാട്ടങ്ങൾ മറന്ന മട്ടില്ലെന്ന് INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന കേരള സർക്കാരുകൾക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് INTUC നേതൃത്വം നൽകുമെന്നും സുന്ദരൻ കുന്നത്തുള്ളി. വിവിധ കേന്ദ്രങ്ങളിൽ യൂണിയൻ സ്ഥാപക ദിന പരിപാടികൾ. ഉഷ്ണതരംഗം നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 6 വരെ നിയന്ത്രണങ്ങൾ തുടരും. മെയ് 10-നകം ജില്ലയിൽ ഭേദപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. കാലവർഷത്തിലെ കുറവും തണുപ്പുകാലം പേരിനു മാത്രമായതും നിലവിലെ പ്രതിസന്ധിക്ക് മുഖ്യ കാരണം. ഉഷ്ണത്തിന്റെ കാഠിന്യം അടുത്ത സീസണിലെ കാർഷിക വിളവിനെ ബാധിച്ചേക്കുമെന്നും ആശങ്ക. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയ വേതന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. അധ്യാപകരുടെ 15 മാസത്തെ ശമ്പള കുടിശ്ശികയിൽ 10 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകാൻ തീരുമാനമായി. വെള്ളിയാഴ്ച ക്ലാസുകൾ ഭാഗികമായി തുടങ്ങി. കുഞ്ചൻ സ്മാരകത്തിൽ ക്ലാസുകൾ നിർത്തിവച്ചത് ശമ്പള കുടിശ്ശികയെ തുടർന്ന് അധ്യാപകർ കൂട്ട അവധിയിൽ പ്രവേശിച്ചതോടെ. മങ്കര ഞാവളിൻകടവ് തടയണയ്ക്കു സമീപം സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. ഉപയോഗശൂന്യമായ പമ്പ് ഹൌസ് മദ്യപാനികളുടെ താവളമായി. പ്രദേശത്ത് രാത്രിയും പകലും പോലീസ് മിന്നൽ പരിശോധനകൾ നടത്തണമെന്ന് നാട്ടുകാർ. പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ അനധികൃത മണൽക്കടത്ത് വർദ്ധിക്കുന്നു. തൃത്താല ആനക്കരയിൽ പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടി. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. മണൽ കൊള്ളയ്ക്കെതിരെ നടപടി കർശനമാക്കുമെന്ന് അധികൃതർ. അമിത ജോലിഭാരത്തിനെതിരെ ലോക്കോ പൈലറ്റുമാർ പ്രക്ഷോഭത്തിലേക്ക്. ജൂൺ 1 മുതൽ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കും. ഷൊർണൂരിൽ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ദ്വൈവാർഷിക സമ്മേളനം. ഷൊർണൂരിൽ റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പഴയ ഉരുക്കുഗാർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായി. പുനർനിർമ്മിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള റെയിൽവേ പാലം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾ മറന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. മെയ് 3 INTUC സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ K. കരുണാകരൻ സ്മാരക ഹാളിൽ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ നിരന്തരം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയാണ്. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകൾ ഒരക്ഷരം മിണ്ടുന്നില്ല. തൊഴിലാളികൾക്കു നേരെയുള്ള ചൂഷണത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് INTUC മുൻകൈയെടുക്കുമെന്നും സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. ചടങ്ങിൽ INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം ആന്റണി കുറ്റക്കാരൻ, TM കൃഷ്ണൻ, ജില്ലാ ഭാരവാഹികളായ VA ഷംസുദ്ദീൻ, KN നാരായണൻ, AT ജോസ്, ജോൺസൺ ആവോക്കാരൻ, PG സെബാസ്റ്റ്യൻ, MR രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് ശേഷം കേക്ക് മുറിച്ച് സ്ഥാപക ദിനം കൊണ്ടാടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉഷ്ണതരംഗം തുടരുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 10-നുള്ളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് നിഗമനം. അതേസമയം പലയിടത്തും അത് ചാറ്റൽ മഴയായി കുറയാനുള്ള സാധ്യതയും കാലാവസ്ഥാ വിദഗ്ധർ കാണുന്നു. ഉയർന്ന താപനില നിലനിൽക്കുന്ന ജില്ലയിൽ മെയ് 6 വരെ നിയന്ത്രണങ്ങൾ തുടരും. കൊടും വേനലിൽ പാലക്കാട് ജില്ല ഉരുകുകയാണ്. മെയ് 10-നകം വേനൽ മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണമാണ് ഏക പ്രതീക്ഷ. അതേസമയം പലയിടത്തും ഇത് ചാറ്റൽ മഴയായി ഒതുങ്ങുമെന്ന അറിയിപ്പ് കുടിവെള്ളക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഒറ്റപ്പാലം മുതൽ പട്ടാമ്പി, തൃത്താല ഉൾപ്പെടെയുള്ള ജില്ലയിലെ പുഴയോര പ്രദേശങ്ങളിൽ 2 ദിവസത്തിനകം ഭേദപ്പെട്ട മഴ ലഭിക്കാനുള്ള സാധ്യത പ്രതീക്ഷ പകരുന്നതാണ്. തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് സാധാരണ വടക്കൻ മേഖലയിൽ വേനൽ മഴ കുറയാറുണ്ടെങ്കിലും ഉഷ്ണം ഇത്രയും കഠിനമാകാറില്ല. കാലവർഷത്തിലെ കുറവും നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ തണുപ്പ് പേരിന് മാത്രമായതുമാണ് ഇപ്പോഴുള്ള കൊടും ചൂടിന് പ്രധാന കാരണമായി കാലാവസ്ഥാ വിദഗ്ധർ കാണുന്നത്. മണലാരണ്യമായി മാറിയ ഭാരതപ്പുഴയിൽ നിന്ന് തീരപ്രദേശങ്ങളിലേക്ക് ആഞ്ഞുവീശുന്ന ചുടുകാറ്റും വലിയ രീതിയിലുള്ള ഉരുക്കത്തിന് കാരണമാകുന്നുണ്ട്. 86% പാലക്കാട് ജില്ലയിൽ വേനൽ മഴയുടെ കുറവ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും നിലനിൽക്കുന്നതിനു പുറമെ കൊടും ചൂട് അടുത്ത സീസണിലെ കാർഷിക വിളവിനെയും പ്രതികൂലമായി ബാധിച്ചേക്കും. കോഴിക്കോട് ഉൾപ്പെടെ 4 വടക്കൻ ജില്ലകൾ ഉഷ്ണതരംഗത്തിൻ്റെ വക്കിലുമാണ്. അറബിക്കടലിലെ തിളയ്ക്കുന്ന ചൂട് മത്സ്യലഭ്യതയെയും ബാധിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് ആദ്യം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിൽ 3 ആഴ്ചയായി കഠിനമായ ചൂടും ആർദ്രതയും തുടരുന്നുണ്ട്. 44 ഡിഗ്രി വരെ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ താപനില ഉയർന്നിരുന്നു. ഉഷ്ണതരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ മെയ് 6 വരെ
നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ കൂട്ട അവധിയിലേക്ക് കടന്നതോടെ പ്രവർത്തനം നിലച്ച ലക്കിടി കുഞ്ചൻ സ്മാരകത്തിലെ അധ്യാപകരുടെ വേതന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. അധ്യാപകരുടെ 15 മാസത്തെ ശമ്പള കുടിശ്ശികയിൽ 10 മാസത്തെ ഉടൻ നൽകാൻ തീരുമാനം. വെള്ളിയാഴ്ച മുതൽ ക്ലാസുകൾ ഭാഗികമായി തുടങ്ങി. സ്മാരകത്തിന് സർക്കാർ ഫണ്ടിൽ നിന്നും ലഭിച്ച 10 ലക്ഷം രൂപയിൽ നിന്നാണ് ശമ്പളം നൽകുന്നത്. ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമായതോടെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ വെള്ളിയാഴ്ച തുടങ്ങി. ഈ മാസം അവസാനം കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ അവസാന വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തും. പരിശീലനം തുടരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ഞായറാഴ്ച നടക്കുന്ന കുഞ്ചൻ ദിനത്തിനു ശേഷം തീരുമാനിക്കും. ഈ വർഷം പുതിയ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കേണ്ട കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് സെക്രട്ടറി എം നാരായണൻ നമ്പൂതിരി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ഷൊർണൂർ ബ്രാഞ്ച് ദ്വൈവാർഷിക സമ്മേളനം നടന്നു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രഭാതം സായാഹ്ന ശാഖ ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ KC ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ MS അശോകൻ അധ്യക്ഷത വഹിച്ചു. എൽദോ ഡേവിഡ് സ്വാഗതം പറഞ്ഞു. സംഘടനാ ഭാരവാഹികളായ U ബാബുരാജ്, KS ശ്രീജു, P ജഗേശൻ, KK കേശവൻ, RG പിള്ള, വിപിൻ ദാസ്, ജയേഷ് ശങ്കർ, AT ജിജു, വിനോദ് എന്നിവർ പ്രസംഗിച്ചു. രാത്രി ഡ്യൂട്ടികൾ 2 കുറയ്ക്കുക, ആഴ്ചയിൽ 1 ദിവസം വിശ്രമം അനുവദിക്കുക, ഡ്യൂട്ടി സമയം 10 മണിക്കൂറാക്കുക, 48 മണിക്കൂറിനുള്ളിൽ ഹെഡ്ക്വാർട്ടറിൽ എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി ജൂൺ 1 തുടങ്ങുന്ന സമരത്തിന് മുന്നോടിയായാണ് സമ്മേളനം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പോലീസ് കൈകാണിച്ച് നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന് പിടികൂടിയപ്പോൾ കണ്ടെത്തിയത് അനധികൃത മണൽക്കടത്ത്. തൃത്താല ആനക്കരയിലാണ് സംഭവം. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. വേനലിൽ പുഴ വറ്റി വരുന്നതോടെ അനധികൃത മണൽക്കടത്ത് വ്യാപകമായി. ലോറികളിലും ചെറുവാഹനങ്ങളുമായാണ് മണൽ കടത്തുന്നത്. തൃത്താല പോലീസിനെ വെട്ടിച്ച് കടത്താൻ ശ്രമിച്ച മണലാണ് പിടികൂടിയത്. ആനക്കര കുമ്പിടിയിൽ രാത്രികാല പരിശോധനയ്ക്കിടെ കൈകാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന് പിടികൂടിയപ്പോഴാണ് മണൽക്കടത്ത് കണ്ടെത്തിയത്. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. ചാക്കിൽ നിറച്ചായിരുന്നു അനധികൃത മണൽക്കടത്ത്. ഇത് മനസ്സിലാവാതിരിക്കാൻ ടാർപ്പായ കൊണ്ട് മൂടിയിരുന്നു. ഗ്രേഡ് SI ബാലൻ, SPO V രതീഷ് എന്നിവരാണ് അനധികൃത മണൽക്കടത്ത് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചാവക്കാട് സ്വദേശിയായ യുവാവിനെ അബുദാബിയിൽ കാണാതായെന്ന് പരാതി. ചാവക്കാട് ഒരുമനയൂർ സ്വദേശി 28 വയസ്സുള്ള ഷെമിലിനെയാണ് മാർച്ച് 31 മുതൽ കാണാതായത്. അബുദാബിയിൽ കാൻഡിഫ് ജനറൽ ട്രാൻസ്പോർട്ട് എന്ന സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു MCOM ബിരുദധാരിയായ ഷമിൽ. അബുദാബി മുസ്തഫ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഷമിൽ താമസിച്ചിരുന്നത്. മാർച്ച് 31 ജോലി കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ റാസൽ ഖൈമയിലുള്ള ഷമിലിന്റെ പിതാവ് സലീമിനെ വിവരമറിയിച്ചു. കാണാതായി 2 ദിവസത്തിന് ശേഷവും തിരിച്ചെത്താതിരുന്നതിനെ തുടർന്ന് അബുദാബി പോലീസിൽ പരാതി നൽകി. ഏറെ അന്വേഷണം നടത്തിയിട്ടും യുവാവിനെ കണ്ടെത്താനായിട്ടില്ല. ഷെമിലിന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മാതാവ് സഫീനത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിലെ മങ്കര ഞാവളിൻ കടവിന് സമീപം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായി പരാതി. ഈ പ്രദേശത്ത് പകലും രാത്രിയും പോലീസിന്റെ മിന്നൽ പരിശോധന ഉണ്ടാകണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. പകലും രാത്രിയുമൊക്കെ ഇവിടെ നിരവധി പേരാണ് മദ്യപിക്കാൻ എത്തുന്നതെന്നും മദ്യപിച്ച ശേഷം മദ്യക്കുപ്പികൾ പുഴയോരങ്ങളിലും പുഴയ്ക്ക് സമീപത്തുള്ള പമ്പ് ഹൗസിലുമായാണ് ഉപേക്ഷിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. പുഴയ്ക്ക് സമീപത്തുള്ള ഉപയോഗശൂന്യമായ പമ്പ് ഹൗസിനകത്ത് നിരവധി മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞിട്ടുണ്ട്. ഇവിടെയും മദ്യപാനം നടക്കുന്നതായും പരാതിയുണ്ട്. 1 മാസം മുൻപ് ഇവിടെ കോളേജ് വിദ്യാർത്ഥിനികളടക്കം സുഹൃത്തുക്കളും ഒന്നിച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി നിരവധി തവണ മങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഞാവളിൻ കടവിന് സമീപം പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. പത്തിരിപ്പാല മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഞാവളിൻ കടവ് കുടിവെള്ള പദ്ധതിയിൽ നിന്നും വിതരണം ചെയ്യുന്ന പൈപ്പ് റോഡിനടിയിൽ പൊട്ടി ജലം വ്യാപകമായി പാഴാകുന്നത്. സംഭവം അറിഞ്ഞിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആക്ഷേപം. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഴയ ഉരുക്കുകടറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച് റെയിൽവേ. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്.
ഏപ്രിൽ മാസം അവസാന ആഴ്ചയാണ് ഗാർഡറുകൾ മാറ്റുന്ന പ്രവൃത്തിക്ക് തുടക്കമായത്. ഇടവിട്ടുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 4 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് പ്രവൃത്തി നടന്നിരുന്നത്. പറഞ്ഞതിലും മുന്നേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തിലാണ് പ്രവൃത്തി ഏറ്റെടുത്ത രാജസ്ഥാൻ ജയ്പൂർ ആസ്ഥാനമായ കിരൺ ഇൻഫ്ര എന്ന കമ്പനി. 4 ദിവസങ്ങളിലായി 4 മണിക്കൂർ വീതമാണ് റെയിൽവേ ഗതാഗതം നിർത്തിവെച്ച് കമ്പനിക്ക് നൽകിയത്. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 8 മണിയോടെ പണി പൂർത്തീകരിച്ച് റെയിൽവേക്ക് കൈമാറുകയായിരുന്നു. 13 തൂണുകളിലായി 14 ഗാർഡറുകളാണ് മാറ്റി പുതിയത് സ്ഥാപിച്ചത്. തൊട്ടടുത്ത പാലത്തിന്റെ മുകളിലെ ഗാർഡറുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. അതിനുവേണ്ടിയുള്ള ഗാർഡറുകൾ റെയിൽവേയുടെ തമിഴ്നാട്ടിലെ ആർക്കോണം പ്ലാന്റിൽ പണി പൂർത്തീകരിച്ചു വരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ പാലത്തിന്റെയും ഗാർഡറുകൾ മാറ്റി സ്ഥാപിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുനിലംകോട് കാഞ്ഞിരശ്ശേരി വനമേഖലയിൽ വൻ അഗ്നിബാധ. വ്യാഴാഴ്ച വൈകിട്ടോടുകൂടിയുണ്ടായ അഗ്നിബാധയിൽ പ്രദേശത്തെ അക്കേഷ്യ മരങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിലെ പൂങ്ങോട് സ്റ്റേഷൻ അതിർത്തിയിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് വ്യാപകമായ തോതിൽ അഗ്നിബാധയുണ്ടായത്. അഗ്നിരക്ഷാസേന വിഭാഗം എത്തിച്ചേർന്നെങ്കിലും കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിനാൽ വാഹനം തിരിച്ചുപോയി. തീ ശമിപ്പിക്കുന്നതിനായി വെള്ളക്ഷാമം നേരിട്ടതും പ്രതിസന്ധിയായി. സമീപ പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രദേശത്ത് വൻമരങ്ങൾ കരാറടിസ്ഥാനത്തിൽ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായ വനസമ്പത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വനം വകുപ്പ് അധികൃതരുടെ നിഗമനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി വാഴാനി ഡാമിൽ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡാം റിസർവോയറിൽ നിന്ന് വെള്ളം കുടിച്ചു മടങ്ങുന്ന കൊമ്പന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസം വാഴാനി ഡാമിലെത്തിയ വിനോദസഞ്ചാരികളിൽ ആരോ പകർത്തിയതാണ് ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം വാഴാനി മേഖലയിൽ കാട്ടാന സാന്നിധ്യം തുടർക്കഥയാവുന്നതിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്താറുള്ള വാഴാനി അണക്കെട്ടിന് സമീപം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ആശങ്കയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്ര മൈതാനത്ത് നിരവധി പേർക്ക് തണലൊരുക്കിയ ചെട്ടിയാലിന്റെ കൂറ്റൻ ആൽക്കൊമ്പ് മുറിഞ്ഞു വീണു. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് 2:30യോടെയാണ് സംഭവം നടന്നത്. ആൽ മുറിഞ്ഞു വീഴുന്നതിന് 10 മിനിറ്റ് മുൻപ് വരെ ആൽമരത്തിന് സമീപം ആളുകൾ ഉണ്ടായിരുന്നു. 1969 ബ്രിട്ടീഷ് മാഷ് എന്ന് പറയുന്ന മാഷാണ് ഇവിടെ ഒരു ആലിൻ്റെ തൈ ഇവിടെ ഈ വൃക്ഷത്തിൽ വെച്ചിട്ട് ഇപ്പോൾ 12 വളർന്ന് ഇത്രയും വലിയൊരു മരമായത് അയാൾ വെച്ചിട്ട് ആ തെയ്യാണ്. അത് കണ്ണത്തുകളം ബ്രിട്ടീഷ് മാഷാണ്. ഏത് സമയത്ത് ഞങ്ങൾ ഈ വളർന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ചൂടുകാലമായതുകൊണ്ട് ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഒരു 1:30 വരെ ഞാനും നമ്മുടെ ഒരു കൂട്ടുകാരനെ ഞാനും കൂടി കുടുംബക്കാരൻ അവനും കൂടിയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. 1:45 ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. 2:15 സൗണ്ട് കേൾക്കുന്നത്. എന്താണ് ഇതിങ്ങനെ സൗണ്ട് വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ മരം പൊട്ടി പോകുന്നത്. ആർക്കും ഒരു അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. കല്യാണ ചടങ്ങുകളുടെ ഭാഗമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. മരം മുറിഞ്ഞു വീണത് മൂലം 4 വൈദ്യുത പോസ്റ്റുകളും തകർന്നു. മേഖലയിലെ വൈദ്യുത വിതരണം തകരാറിലായി. പത്രിപ്പാല സെക്ഷൻ അധികൃതർ സ്ഥലത്തെത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു വരുന്നു. ക്ഷേത്രവകയിൽപ്പെട്ട സ്ഥലത്താണ് ഒരു ആൽമരം 1969 വെച്ചാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് സാധാരണഗതിയിൽ ഇവിടെ കല്യാണങ്ങൾ, ക്ഷേത്രത്തിൽ കല്യാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിനകത്ത് വല്ല പ്രധാനപ്പെട്ട പരിപാടികളുണ്ടെങ്കിൽ സർക്കാർ വാഹനം, അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ വാഹനങ്ങൾ നിരവധി ഉണ്ടാകുന്നതാണ്. എന്തായാലും അത്ഭുതകരമായിട്ടാണ് ആളപായം ഇല്ലാതെ ഉച്ച നേരത്ത് 2:30 മണിക്ക് ഈ വലിയൊരു ആലിൻ്റെ കൊമ്പ് പൊട്ടിക്കൊണ്ടു. അമ്പലപ്പാറ ഭാഗത്തേക്കുള്ള വൈദ്യുതി വിതരണവും ഭാഗികമായി തകരാറിലായി. പുതിയ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിരവധി രേഖകളും മൊബൈൽ ഫോണുകളും അടങ്ങിയ ബാഗ് മോഷ്ടിച്ച യുവാവിനെ തൃശൂർ പാവറട്ടി പോലീസ് പിടികൂടി. ഇരിങ്ങപ്പുറം സ്വദേശി 27 വയസ്സുള്ള നകുൽകുമാറാണ് അറസ്റ്റിലായത്. താമരപ്പള്ളിയിൽ വെച്ചാണ് വിലപ്പെട്ട രേഖകളും 2 മൊബൈൽ ഫോണുകളും ATM കാർഡുകളും അടങ്ങിയ ബാഗ് പ്രതി മോഷ്ടിച്ചത്. താമരപ്പള്ളി അംഗൻവാടിക്കടുത്തു വെച്ച് ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് ബാഗ് മോഷണം പോയത്. മോഷണം നടത്തിയ ATM കാർഡ് ഉപയോഗിച്ച് മോഷ്ടാവ് അരിയന്നൂരിലുള്ള കനറ ബാങ്ക് ATMൽ കയറി പണം പിൻവലിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം കളവുപോയ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്.
മോഷണം പോയ ഒരു മൊബൈലും മറ്റെല്ലാ രേഖകളും പോലീസ് കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നടൻ ജയറാമിന്റെ മകൾ മാളവിക വിവാഹിതയായി. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. പാലക്കാട് സ്വദേശി നവനീത് ഗിരീഷാണ് വരൻ. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് വരൻ പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷ്. ഇരുവരുടെയും കുടുംബാംഗങ്ങളും നടൻ സുരേഷ് ഗോപിയും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഈ വർഷം ജനുവരിയിൽ കുടകിൽ വച്ച് മാളവികയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോൻ്റെയും വത്സലയുടെയും മകനാണ് നവനീത് ഗിരീഷ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദുബായിൽ നടന്ന ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മാത്തൂർ CFD സ്കൂളിന് അഭിമാന നേട്ടം. സ്കൂളിലെ P. അഭിരാം 4x400 മീറ്റർ ഓട്ടത്തിലും 4x400 മിക്സഡ് റിലേയിലും വെള്ളി മെഡൽ നേടി. ഇരട്ട വെള്ളി മെഡൽ നേട്ടത്തിന് വഴിയൊരുക്കിയ ഇന്റർനാഷണൽ പരിശീലകൻ സുരേന്ദ്രൻ മാസ്റ്റർക്കും കായിക കൂട്ടായ്മയായ ടീം ഷുവർ പാലക്കാടിന്റെ നേതൃത്വത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ അനുമോദിച്ചു. പാലക്കാട് ട്രാഫിക് പോലീസ് SI K. പ്രമോദ് മൊമെന്റോ നൽകി അഭിരാമിനെയും അന്തർദേശീയ കായിക താരം C. ഹരിദാസ്, മാത്തൂരിലെ കായിക പരിശീലകൻ സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവരെയും ആദരിച്ചു. കിൻസ ഗ്രൂപ്പ് കമ്പനി ഡയറക്ടർ ഹഫീസുള്ള മുഖ്യപ്രഭാഷണം നടത്തി. സുജയ്, പ്രസാദ്, സുധീഷ് കുമാർ, ജിതിൻ എടക്കാട്, CM ദാസ് എന്നിവർ പങ്കെടുത്തു. അഭിരാമിൻ്റെ രണ്ടാമത്തെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും മൂന്നാമത്തെ മെഡലുമാണ്. ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുത്തവരിൽ കേരളത്തിലെ ഏക പുരുഷ കായിക താരവുമാണ് അഭിരാം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊയ്ത്തു കഴിഞ്ഞ പാടത്തെ വ്യത്യസ്ത പയർവർഗ്ഗങ്ങൾ വിളയിച്ച് ശ്രദ്ധ നേടുകയാണ് വല്ലപ്പുഴയിലെ യുവ കർഷകൻ സവാദ് കൊച്ചു. ഉഴുന്ന്, ചെറുപയർ, എള്ള്, കുറ്റിപ്പയർ എന്നീ ഇനങ്ങളുടെ കൃഷിയിലാണ് ഈ യുവ കർഷകൻ പൊന്നു വിളയിക്കുന്നത്. പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യണമെന്ന മോഹത്തോടെയാണ് വല്ലപ്പുഴ ചെറുകോട് സ്വദേശി സവാദ് കൊച്ചു ഇത്തവണ ഉഴുന്ന്, ചെറുപയർ, എള്ള്, കുറ്റിപ്പയർ തുടങ്ങിയ ഇനങ്ങളുടെ കൃഷി ഇറക്കിയത്. വല്ലപ്പുഴ 16-ാം വാർഡിലെ കൊയ്ത്തു കഴിഞ്ഞ പാടത്താണ് കൃഷി ഇറക്കിയത്. വല്ലപ്പുഴ കൃഷിഭവൻ്റെ സഹായത്താൽ ഉഴുന്ന്, ചെറുപയർ എന്നീ ഇനങ്ങളുടെ വിത്ത് ലഭ്യമായി. എള്ള് വിത്തും ലഭിച്ചതോടെ കൃഷി ഇറക്കി. 2 മാസത്തെ പരിശീലനത്തിന് ശേഷം വിളവെടുത്തപ്പോൾ വിജയം 100 മേനി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എള്ള്, ഉഴുന്ന്, ചെറുപയർ, കുറ്റിപ്പയറാണ്. അപ്പോൾ നെല്ല് വിളവെടുത്ത പാടത്ത് നമ്മളൊന്ന് ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ട് ഇതൊക്കെ കൊണ്ട് വിതച്ചതാണ്. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഉഴുന്നിൻ്റെയും ചെറുപയറിൻ്റെയൊക്കെ വിത്ത്. പിന്നെ കുറ്റിപ്പയറിൻ്റെ വിത്ത് നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ എള്ള് നമ്മളൊരു സുഹൃത്ത് കായംകുളം ഒണ്ണാട്ടുകര എള്ള് പറഞ്ഞിട്ട് അവിടുന്ന് അയച്ചു തന്നതാണ് കൊറിയറായിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് വിതച്ചു. എന്നാലും പാലക്കാട് ഒരു തുള്ളി വേനൽ മഴ പോലും കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടിയതാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തെന്ന് മാത്രം. 1 ഏക്കർ പാടത്താണ് ഈ 4 ഇനങ്ങളും കൃഷി ചെയ്ത്. എന്നും പുലർച്ചെയും വൈകുന്നേരവും വെൽഡിംഗ് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിലുമാണ് കൃഷി പരിപാലനം. നെൽകൃഷി ചെയ്യാത്ത സമയങ്ങളിൽ പാടങ്ങളിൽ ചെണ്ടുമല്ലി കൃഷിയും സവാദ് നടത്തി വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ യുവ കർഷക അവാർഡിനും സവാദ് കൊച്ചു അർഹനായിട്ടുണ്ട്. വല്ലപ്പുഴ കൃഷിഭവൻ്റെ സഹായവും സവാദിൻ്റെ കൃഷിക്ക് ലഭിക്കുന്നുണ്ട്. സവാദിൻ്റെ കുടുംബവും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് K. നടേശൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ അടക്കമുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു. ആകാശവാണിയിൽ ജോലി ലഭിച്ചതോടെയാണ് തൃശൂരിൽ താമസമാക്കിയത്. കൊല്ലം മാങ്ങാട് സ്വദേശിയാണ്. 2016 സംസ്ഥാന സർക്കാർ സ്വാതി സംഗീത പുരസ്കാരം നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി കലാരത്ന ഫെലോഷിപ്പ്, സംഗീത കലാ ആചാര്യ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ നടക്കുന്ന മഹാകിരാത രുദ്രയജ്ഞത്തിന് മെയ് 7 തുടക്കമാകും. 12 ദിവസങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പുഷ്ടമായ യജ്ഞച്ചടങ്ങിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പാഞ്ഞാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ ബ്രഹ്മശ്രീ അഴകത്ത് നിതിൻ നമ്പൂതിരിപ്പാട് ധ്വജാരോഹണം നടത്തും. തോട്ടത്തിൽ മന ലീലാന്തർജനം ദീപപ്രോജ്വലനം നിർവഹിക്കും. എല്ലാ ദിവസവും രാവിലെ വിവിധ പൂജാകർമ്മങ്ങളും മഹാകിരാത രുദ്രഹോമം,
കേരളത്തിലെ ഗജവീരന്മാരുടെയും പ്രമുഖരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന മേളത്തിന്റെ അകമ്പടിയോടെ വേട്ടയ്ക്കരന്റെ എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് സന്ധ്യാവേല, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, സഹസ്രദീപ കാഴ്ച, ദീപാരാധന, കിരാതപാർവതിയുടെ മുല്ലക്കൽ പാട്ട്, എഴുന്നള്ളിപ്പ്, കളംപൂജ, കളമ്പാട്ട് എന്നിവയും നടക്കും. സമാപന ദിവസമായ 18-ന് രാവിലെ 8:30-ന് 7 ആനകളുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് പരക്കാട് തങ്കപ്പന്മാരാർ പ്രമാണം വഹിക്കും. 11:30-ന് കാവടിയാട്ടം. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടി, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പകയും രാത്രി 7-ന് 7 ആനകളുടെ അകമ്പടിയോടെ പെരുവനൻ കുട്ടന്മാരാരും സംഘവും നയിക്കുന്ന മേളത്തോടുകൂടിയ എഴുന്നള്ളിപ്പും തുടർന്ന് 12,000 നാളികേരമേറും നടക്കും. കാലത്ത് ഒരു 7 മണി മുതൽ രാത്രി വൈകുവോളം ഭക്ഷണം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതൊരു വിനയാന്വിതമായിട്ട് വേട്ടക്കരനോടും ഗുരുവായൂരപ്പനോടും സർവ്വദൈവങ്ങളോടുള്ള പ്രാർത്ഥനയാണ്. എല്ലാവർക്കും നല്ല രുചികരമായുള്ള ആഹാരങ്ങൾ, വിവിധ തരങ്ങളായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹിക്കുകയാണ്. അതിന് അദ്ദേഹം അനുഗ്രഹിക്കട്ടെ. അതിന് വിദഗ്ധരായ പാചകക്കാരെ കണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. 19-ന് പുലർച്ചെ 4-ന് നടക്കുന്ന കുറവലിക്കൽ ചടങ്ങോടെയാണ് മഹാകിരാതരുദ്ര യജ്ഞത്തിന് സമാപനമാകുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ തോട്ടത്തിൽ കുട്ടൻ നമ്പൂതിരി, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, NA ശ്രീവത്സൻ, MS പ്രതീഷ്, അപ്പുകുട്ടൻ ഉരുമ്പത്ത്, അമ്മിണി രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മധ്യവയസ്കനെ കിണറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണൂർ ചേറുംപാല ചോലയിൽ പരേതനായ ചങ്ങന്റെ മകൻ 50 വയസ്സുകാരൻ കുമാരനെയാണ് വീടിനു സമീപത്തുള്ള കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ചയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകൾ അവകാശ പോരാട്ടങ്ങൾ മറന്ന മട്ടിലെന്ന് INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന കേരള സർക്കാരുകൾക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് INTUC നേതൃത്വം നൽകുമെന്നും സുന്ദരൻ കുന്നത്തുള്ളി. വിവിധ കേന്ദ്രങ്ങളിൽ യൂണിയൻ സ്ഥാപക ദിന പരിപാടികൾ. ഉഷ്ണതരംഗം നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 6 വരെ നിയന്ത്രണങ്ങൾ തുടരും. മെയ് 10-നകം ജില്ലയിൽ ഭേദപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. കാലവർഷത്തിലെ കുറവും തണുപ്പുകാലം പേരിനു മാത്രമായതും നിലവിലെ പ്രതിസന്ധിക്ക് മുഖ്യ കാരണം. ഉഷ്ണത്തിന്റെ കാഠിന്യം അടുത്ത സീസണിലെ കാർഷിക വിളവിനെ ബാധിച്ചേക്കുമെന്നും ആശങ്ക. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയ വേതന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. അധ്യാപകരുടെ 15 മാസത്തെ ശമ്പള കുടിശ്ശികയിൽ 10 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകാൻ തീരുമാനമായി. വെള്ളിയാഴ്ച ക്ലാസുകൾ ഭാഗികമായി തുടങ്ങി. കുഞ്ചൻ സ്മാരകത്തിൽ ക്ലാസുകൾ നിർത്തിവച്ചത് ശമ്പള കുടിശ്ശികയെ തുടർന്ന് അധ്യാപകർ കൂട്ട അവധിയിൽ പ്രവേശിച്ചതോടെ. മങ്കര ഞാവളിൻകടവ് തടയണയ്ക്കു സമീപം സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. ഉപയോഗശൂന്യമായ പമ്പ് ഹൌസ് മദ്യപാനികളുടെ താവളമായി. പ്രദേശത്ത് രാത്രിയും പകലും പോലീസ് മിന്നൽ പരിശോധനകൾ നടത്തണമെന്ന് നാട്ടുകാർ. പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ അനധികൃത മണൽക്കടത്ത് വർദ്ധിക്കുന്നു. തൃത്താല ആനക്കരയിൽ പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടി. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. മണൽ കൊള്ളയ്ക്കെതിരെ നടപടി കർശനമാക്കുമെന്ന് അധികൃതർ. അമിത ജോലിഭാരത്തിനെതിരെ ലോക്കോ പൈലറ്റുമാർ പ്രക്ഷോഭത്തിലേക്ക്. ജൂൺ 1 മുതൽ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കും. ഷൊർണൂരിൽ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ദ്വൈവാർഷിക സമ്മേളനം. ഷൊർണൂരിൽ റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പഴയ ഉരുക്കുഗാർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായി. പുനർനിർമ്മിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള റെയിൽവേ പാലം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.